ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ ആശുപത്രികളിലും വനിതാ ശിശു വികസന വകുപ്പിലും ഗവൺമെൻറ് വനിതാ മന്ദിരത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. 8ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസ വേതനം 18,000 രൂപയാണ് ലഭിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 19 വൈകിട്ട് 5 മണി വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം പ്രോഗ്രാം ഓഫീസർ, ജില്ലാതല ICDSL, ഇടുക്കി, പൈനാവ് PO, പിൻ നമ്പർ 685603. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ കുഴിമണ്ണ ചുള്ളിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കാത്തലാബ് സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നുണ്ട്. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സും കൂടാതെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കാത്തലാബ്, എമർജൻസി കാഷ്വാലിറ്റി, ട്രോമ കെയർ, ICU എന്നിവിടങ്ങളിൽ ഏതിലെങ്കിലുമുള്ള പ്രവൃത്തി പരിചയവും നിർബന്ധമാണ്. പ്രായപരിധി 45 വയസ്സാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം ഓഗസ്റ്റ് 21 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വോക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. എറണാകുളം തേവര ഫെറിയിൽ ഗവൺമെൻറ് ഫിഷറി സ്കൂളിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് വികലാംഗ വനിതാ മന്ദിരത്തിലെ നിവാസികളെ പരിചരിക്കുന്നതിനായി മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡറെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 24 രാവിലെ 11 മണിക്ക് വനിതാ മന്ദിരത്തിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ജോലി താൽക്കാലിക വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും. ഉദ്യോഗാർത്ഥികൾ 8ാം ക്ലാസ് യോഗ്യതയും ശാരീരിക ക്ഷമതയുമുള്ള 25-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം. രാത്രിയും പകലും ഡ്യൂട്ടിയും ആവശ്യ സന്ദർഭങ്ങളിൽ ആശുപത്രി ഡ്യൂട്ടിയും ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ, ഇലക്ട്രൽ ID അല്ലെങ്കിൽ റേഷൻ കാർഡ് എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഓഗസ്റ്റ് 24 രാവിലെ 11 മണിക്ക് എറണാകുളം ഗവൺമെൻറ് വികലാംഗ വനിതാ മന്ദിരത്തിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് ഇടുക്കി ജില്ലയിൽ പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആഴ്ചയിൽ 3 ദിവസം എന്ന തോതിൽ തൂപ്പുകാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 50-ൽ താഴെയാണ്. സെപ്റ്റംബർ മുതൽ 6 മാസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം ഓഗസ്റ്റ് 22 രാവിലെ 11 മണിക്ക് പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല, വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ എന്നിവ സഹിതം ഹാജരാവണം. പാമ്പാടുംപാറ പ്രദേശത്തുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റിയുടെ ഒഴിവിലേക്കുള്ള നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 45 വയസ്സാണ്. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 17 രാവിലെ 11 മണിക്ക് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.